ഹലോ, എല്ലാവർക്കും ദീഷാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കപ്പപ്പുഴുക്കും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കുക്കർ മത്തിയുമാണ്. നല്ല കിട്ടു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക കേട്ടോ. ഞാനൊരു 10 മത്തി പൊരിക്കാനൊക്കെ എടുക്കുന്ന പോലെ നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കായ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ട് ചെയ്യുന്നതിനേക്കാൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ട് ചെയ്യുമ്പോഴാണ് ആ മത്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടത് കേട്ടോ. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഈ കഴുകി വെച്ച മത്തി ഇതിലേക്കിട്ട് മത്തി മുഴുവൻ ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ മസാലയൊക്കെ നന്നായിട്ട് മത്തിയിലേക്ക് ഇറങ്ങിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കപ്പ പുഴുങ്ങിയെടുക്കാം. ഒരു കപ്പ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇടാം. അത്യാവശ്യം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാം. 2 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീമൊക്കെ അടങ്ങിയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കളഞ്ഞ് കപ്പ മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു പച്ചമുളക് കീറിയിടുക, കുറച്ച് കറിവേപ്പിലയും ഇടുക. ഇനി നമുക്കിത് നമ്മുടെ പുഴുങ്ങിയ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിപ്പ് കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ കുക്കർ മത്തിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തന്നെ വേണേ ഓയിൽ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. വെളിച്ചെണ്ണ ഒഴിച്ച് അടിയിലിങ്ങനെ കറിവേപ്പില നന്നായി വിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മേലേക്ക് നമുക്ക് മത്തി ഓരോന്നായിട്ട് ഒതുക്കി വയ്ക്കാം. ഇനി നമുക്ക് നെല്ലിക്ക വലിപ്പത്തിൽ അല്പം പുളിയെടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഉണ്ടാവും. ആ പുളിവെള്ളം നമുക്ക് ഈ മത്തിയിലേക്ക് ഒഴിക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തിയൊന്നും ഒരിക്കലും ഉടയില്ല, അങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട. 2 വിസിലിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. മത്തിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒട്ടും ഒടിഞ്ഞിട്ടില്ല, നിങ്ങൾ തന്നെ കണ്ടില്ലേ. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നോക്ക്, മത്തി ഉണ്ടോ, അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഒടിഞ്ഞിട്ടില്ല. ഇനി അതിലെ അടിയിലുള്ള ചാറാട്ടോ, ഈ ചാറാണ് കൂട്ടി കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. ആ കുരുമുളകിൻ്റെയും പുളിയുടെയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് ആ ഗ്രേവിയിലും മത്തിയിലൊക്കെ.
അല്പം കപ്പയും ഇതിൻ്റെ ഗ്രേവിയും ചേർത്ത് കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉള്ള കിട്ടു ടേസ്റ്റാണ്. ഇതുവരെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്